മടുപ്പ് തോന്നി അവസാനിപ്പിക്കേണ്ടതല്ല ജീവിതം. മിഥ്യയിൽ നിന്നും നിരർത്ഥതയിൽ നിന്നും ജീവിതത്തെ രക്ഷിക്കുവാൻ കഴിയും. സ്നേഹം തന്നെയായ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടുന്ന് നമ്മുടെ ജീവിതത്തെ സ്നേഹയോഗ്യമാക്കി തീർക്കുന്നു. വഴിയും സത്യവും ജീവനുമായ യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ നാഥനായി സ്വീകരിക്കുക. അപ്പോൾ എല്ലാ മിഥ്യയിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടും. പ്രശ്നങ്ങൾക്കിടയിലും രോഗത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെ പിടിയിലും അമർന്നപ്പോഴും തടവുകാരായി പിടിക്കപ്പെട്ടപ്പോഴും സമാധാനം നഷ്ടമാകാത്ത, സ്നേഹം വറ്റിപ്പോകാത്ത അനേകരുടെ ജീവിതകഥകൾ ചരിത്രത്തിലുണ്ട്. അവരുടെയെല്ലാം വിജയത്തിൻ്റെ രഹസ്യം യേശുവാണ്. എല്ലാ പ്രശ്നങ്ങളുടെ നടുവിലും സമാധാനമുള്ളവരായി മാറുവാൻ അവിടുന്ന് അനുഗ്രഹം തരും. അവിടുന്ന് പറയുന്നു, യോഹന്നാൻ 14 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങൾ, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എല്ലാ തരത്തിലുമുള്ള ലൗകിക സുഖഭോഗങ്ങൾ അനുഭവിച്ച ശേഷം അസ്വസ്ഥനായ ഒരു വ്യക്തിയായിരുന്നു വിശുദ്ധ അഗസ്റ്റിനോസ്. വിവാഹം കഴിക്കാതെ ഒരു കുട്ടി പോലും അദ്ദേഹത്തിനുണ്ടായി. അവസാനം ഒരു ദിനം സമാധാന രാജാവായ യേശുവിനെ കണ്ടെത്തി. അവിടുത്തെ സ്നേഹമാധുര്യം രുചിച്ചറിഞ്ഞ അദ്ദേഹം ഇങ്ങനെ എഴുതി: ദൈവമേ, എൻ്റെ ആത്മാവ് അങ്ങേക്കായി ദാഹിക്കുന്നു, അങ്ങിൽ അഭയം പ്രാപിക്കുന്നതുവരെ അത് അസ്വസ്ഥമായിരിക്കും. എങ്ങനെയാണ് നാം സമാധാനം സ്വന്തമാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ജാതിയോ മതമോ കഴിഞ്ഞകാല ജീവിതമോ യേശുവിൻ്റെ സമാധാനം സ്വന്തമാക്കുന്നതിന് തടസ്സമല്ല. കാരണം യേശു സകല ജനത്തിൻ്റെയും സമാധാനമാണ്. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ അവിടുന്ന് തന്നോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. കൊളോസസ് 1:20 അതിനാൽ നമ്മുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് യേശുവിനെ ജീവിതത്തിൻ്റെ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ സമാധാനം ഹൃദയത്തിൽ നിറയും. രണ്ടാമതായി, പരിശുദ്ധാത്മാവാണ് സമാധാനത്തിൻ്റെ ആത്മാവ്. അരോപിയുടെ ഫലങ്ങളിലൊന്നാണ് സമാധാനമെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. ഗലാത്യർ 5:22 തന്മൂലം പരിശുദ്ധാത്മാവിനാൽ നിറയാൻ നാം നിരന്തരം പ്രാർത്ഥിക്കണം. ഉണരുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും വിശ്രമിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ ഈ സുഹൃത് ജപം ഉണ്ടായിരിക്കട്ടെ: പരിശുദ്ധാത്മാവേ, പാപിയായ എന്നിൽ വന്ന് നിറയണമേ. പരിശുദ്ധാത്മാവേ, പാപിയായ എന്നിൽ വന്ന് നിറയണമേ. പരിശുദ്ധാത്മാവേ, പാപിയായ എന്നിൽ വന്ന് നിറയണമേ. പ്രശ്നങ്ങൾക്കിടയിലും രോഗത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും പിടിയിൽ അമർന്നപ്പോഴും തടവുകാരായി പിടിക്കപ്പെട്ടപ്പോഴും സമാധാനം നഷ്ടമാകാത്ത, സ്നേഹം വറ്റിപ്പോകാത്ത അനേകരുടെ ജീവിതകഥകൾ ചരിത്രത്തിലുണ്ട്. അവരുടെയെല്ലാം വിജയത്തിൻ്റെ രഹസ്യം യേശുവാണ്. എല്ലാ പ്രശ്നങ്ങളുടെയും നടുവിലും സമാധാനമുള്ളവരായി മാറുവാൻ അവിടുന്ന് അനുഗ്രഹം തരട്ടെയെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നീതിയുടെ ഫലം എന്താണെന്ന് നമുക്ക് നോക്കാം. നീതിയുടെ പരിണത ഫലമാണ് സമാധാനം. നീതിയേക്കാൾ ദൈവത്തിനും മനുഷ്യർക്കും അർഹമായത് നൽകുക എന്നതാണ്. ഭാര്യയ്ക്കോ ഭർത്താവിനോ മക്കൾക്കോ അർഹമായത് നൽകാൻ തയ്യാറാകാതെ എത്ര പ്രാർത്ഥിച്ചിട്ടും സമാധാനം ലഭിക്കുകയില്ല. ദൈവത്തിന് കൊടുക്കേണ്ട ആദരവും ആരാധനയും നൽകാതെ വീട്ടുകാരെയും നാട്ടുകാരെയും എത്ര തൃപ്തിപ്പെടുത്തിയാലും അവിടെയും സമാധാനം ലഭിക്കുകയില്ല. ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസറിനുള്ളത് സീസറിനും കൊടുക്കുക. അപ്പോൾ സമാധാനം ജീവിതത്തിൽ വന്നു നിറയും. അനുസരണയും സമാധാനവും ദൈവം ചൂണ്ടിക്കാണിക്കുന്ന വഴികളിലൂടെയെല്ലാം സമാധാനത്തിൻ്റെ വഴികളായിരിക്കും. അതിനെ അവഗണിച്ചുകൊണ്ട് സ്വന്തം താല്പര്യവും ബുദ്ധിയും അനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ സമാധാനം ഉടലെടുക്കുന്നു. ദൈവം ചൂണ്ടിക്കാട്ടുന്ന വഴികളിൽ ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. അവയെ അതിജീവിക്കുവാനുള്ള ശക്തി കർത്താവ് തരും. സർവോപരി ആ വഴി ചെന്നു ചേരുന്നത് അനശ്വരമായ സമാധാനത്തിലേക്കായിരിക്കും. യേശയ്യാ പ്രവാചകനിലൂടെ കർത്താവ് അരുൾ ചെയ്യുന്നു: നിന്റെ വിമോചകനും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമായ കർത്താവ് അരുൾ ചെയ്യുന്നു, നിനക്ക് നന്മയായുള്ളത് പഠിപ്പിക്കുകയും നീ പോകേണ്ട വഴിയിലൂടെ നിന്നെ
നയിക്കുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു. നീ എൻ്റെ കൽപ്പനകൾ അനുസരിച്ചിരുന്നെങ്കിൽ നിന്റെ സമാധാനം നദി പോലെ ഒഴുകുമായിരുന്നു. യെശയ്യാ 48 17 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. അതിനാൽ ദൈവകൽപ്പനകൾക്ക് വിരുദ്ധമായി നാം ചെയ്തിട്ടുള്ളതെല്ലാം ഓർക്കുകയും ദൈവത്തോട് മാപ്പ് ചോദിക്കുകയും ചെയ്യേണ്ടത് സമാധാനം വീണ്ടെടുക്കുന്നതിന് ആവശ്യമാണ്. സകലത്തിലും ഉപരിയായി സമാധാനത്തിന് വേണ്ടിയുള്ള അലച്ചിൽ നാം അവസാനിപ്പിക്കണം. കാരണം യേശുവിൻ്റെ ജനന അവസരത്തിൽ സ്വർഗീയ ദൂതന്മാർ പാടിയ ഒരു പാട്ടുണ്ട്. അതിൽ ഇങ്ങനെ പറയുന്നു: ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ലൂക്ക 2 14 വാക്യം. ദൈവത്തിൻ്റെ കൃപ നമുക്ക് നേടിയെടുക്കാവുന്ന ഒന്നല്ല, അത് ദാനമാണ്, സ്വർഗപിതാവിൻ്റെ ഔദാര്യമാണ്. വിശ്വാസത്തിലൂടെയും സമർപ്പണത്തിലൂടെയും അത് സ്വീകരിച്ചാൽ മാത്രം മതി. വിവിധ ധ്യാന രീതികളിലൂടെ, അറിവിലൂടെ, അനുഷ്ഠാനങ്ങളിലൂടെ ഈ കൃപ സ്വന്തമാക്കുവാൻ നമുക്ക് സാധ്യമല്ല. തികച്ചും സൗജന്യമായ ഇതിന് വില കൊടുക്കുവാൻ തയ്യാറാകുന്നത് അറിവില്ലായ്മ മൂലം അഹന്തയും മൂലമാണ്. ദൈവം നമുക്ക് നൽകുന്ന രക്ഷയെ സ്വീകരിക്കാൻ എളിമയും വിശ്വാസവുമാണ് നമുക്ക് വേണ്ടത്. രക്ഷയുടെ അനുഭവം തന്നെയാണ് സമാധാനം. അതിനാൽ നമുക്കിപ്പോൾ തന്നെ കർത്താവിനോട് പ്രാർത്ഥിക്കാം. സമാധാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന എല്ലാവരും വിശ്വാസത്തോടെ ഏറ്റുചൊല്ലുക. ഓരോ കുടുംബങ്ങളെയും ഈ പ്രാർത്ഥന മൂലം സമാധാനത്തിലെത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവമായ കർത്താവെ, ഞാൻ അങ്ങേ ആരാധിക്കുന്നു. അവിടുന്നാണ് എൻ്റെ രക്ഷയും സമാധാനവുമെന്ന് ഏറ്റുപറയുന്നു. കർത്താവെ, എൻ്റെ അസ്വസ്ഥതകളിലേക്കും ജീവിത ഭാരങ്ങളിലേക്കും അങ്ങ് കടന്നു വരണമേ. എൻ്റെ സമാധാനത്തെ നഷ്ടപ്പെടുത്തുന്ന വ്യക്തികളെയും ജീവിത സാഹചര്യങ്ങളെയും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ മനസ്സിനെ അസ്വസ്ഥതയിലേക്ക് നയിക്കുന്ന നിരാശ, കുറ്റബോധം, ഉത്കണ്ഠ ഇവയും ഞാൻ അവിടുത്തെ പക്കൽ സമർപ്പിക്കുന്നു. ദൈവമേ, എൻ്റെ മേൽ കരുണയായിരിക്കണമേ. എൻ്റെ കുടുംബത്തിൻ്റെ മേൽ കരുണയായിരിക്കണമേ. ഇപ്പോൾ തന്നെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എൻ്റെ ഹൃദയത്തിലേക്ക് വർഷിക്കണമേ. അങ്ങേ സ്നേഹത്തിൻ്റെ അരൂപിയാൽ ഞാൻ തളർച്ചയിൽ നിന്നും വിടുതൽ നേടട്ടെ. എല്ലാ അസമാധാനവും എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഇപ്പോൾ നീങ്ങിപ്പോകുവാൻ കൃപ ചൊരിയണമേ. കർത്താവെ, അങ്ങയുടെ സമാധാനം ഇപ്പോൾ എനിക്ക് തരുന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. കർത്താവെ, അങ്ങയുടെ സമാധാനത്തിൻ്റെ ഒരു ഉപകരണമായി എന്നെ മാറ്റണമേ. വിദ്വേഷമുള്ളിടത്ത് സ്നേഹം പകരുവാനും, ദ്രോഹമുള്ളിടത്ത് മാപ്പ് കൊടുക്കുവാനും, ഭിന്നിപ്പുള്ളിടത്ത് ഐക്യം വളർത്തുവാനും, സന്ദേഹമുള്ളിടത്ത് വിശ്വാസമേകാനും, തെറ്റുള്ളിടത്ത് സത്യം പുലർത്തുവാനും, നിരാശയുള്ളിടത്ത് പ്രത്യാശ നൽകാനും, അന്ധകാരമുള്ളിടത്ത് പ്രകാശം പരത്താനും, സന്താപമുള്ളിടത്ത് സന്തോഷം പകരുവാനും എന്നെ അനുഗ്രഹിക്കണമേ. ദിവ്യനാഥ, ആശ്വസിപ്പിക്കപ്പെടുന്നതിനേക്കാൾ ആശ്വസിപ്പിക്കുന്നതിനും, മനസ്സിലാക്കപ്പെടുന്നതിനേക്കാൾ മനസ്സിലാക്കുന്നതിനും, സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ സ്നേഹിക്കാനുമല്ലാതെ മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കാതിരിക്കട്ടെ. എന്തുകൊണ്ടെന്നാൽ നൽകുമ്പോഴാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത്, ക്ഷമിക്കുമ്പോഴാകുന്നു ഞങ്ങളോട് ക്ഷമിക്കപ്പെടുന്നത്. ഈ യാഥാർത്ഥ്യങ്ങൾ ഗ്രഹിച്ച് ജീവിക്കുവാൻ നാഥ എന്നെ സഹായിക്കണമേ. ആമേൻ. ജീവിതത്തിൽ സമാധാനമില്ലാതെ വിഷമിക്കുന്ന ഓരോ കുടുംബങ്ങളും ഈ പ്രാർത്ഥന കേട്ട്, ഈ സന്ദേശം കേട്ട് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഓരോ ഷെയർ മൂലം ഓരോ മനുഷ്യരും രക്ഷപ്പെടുവാനിടയാവട്ടെ. നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിത്യവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിന് ആമേൻ.